എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തുടർന്നിരിക്കുന്നത് മായാനദി എന്ന മൂവിയുടെ റിവ്യൂ അല്ല, എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു റൊമാൻറ്റിക് മൂവിയാണ്. ഈ മൂവി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ മൂവിയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് ശ്യാം പുഷ്കരൻ ആൻഡ് ദിലീഷ് നായർ. ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ആഷിഖ് കപൂർ. എൻ്റെ പ്രൊഡ്യൂസറും ആഷിഖ് കപൂറാണ്. ആഷിഖ് കപൂർ ആൻഡ് സന്തോഷ് ടി കുരുവിള. DOP ചെയ്തിരിക്കുന്നത് ജയേഷ് മോഹൻ. ഷൈജു ശ്രീധറാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. റെക്സ് വിജയൻ ആണ് ഇതിൻ്റെ മ്യൂസിക് ആൻഡ് സ്കോർ ചെയ്തിരിക്കുന്നത്. സമീർ സനീഷാണ് കോസ്റ്റ്യൂം. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, ആർട്ട് വർക്ക് ചെയ്ത ആളുകളുണ്ട്, പേര് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ മൂവിയിലേക്ക് വരാം. ഈ മൂവി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്കത് വേറെ ലെവലിലായിരിക്കും നിങ്ങൾ ആ മൂവി കണ്ടിട്ടുണ്ടാവുക. ആഷിഖ് കപൂർ എന്ന ഡയറക്ടർ, അതുപോലെ ടൊവിനോ തോമസ്, ഐശ്വര്യലക്ഷ്മിയുടെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് ആഷിഖ് കപൂർ എന്ന ഡയറക്ടർ ബെസ്റ്റ് ഡയറക്ഷൻ മൂവിയാണത്. അതിന് പുള്ളി ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് പേഴ്സണലി അന്നും ഇന്നും ഈ മൂവി എൻ്റെ ഫേവററ്റാണ്. എടുത്തു പറഞ്ഞാൽ ഇതിൻ്റെ മേക്കിംഗ് ആണ്, ഒരു രക്ഷയിലത്തെ മേക്കിംഗ് ആയിരുന്നു. പിന്നെ ആഷിഖ് കപൂർ ഡയറക്ടർ എല്ലാവർക്കും അറിയാം, പുള്ളി ചെയ്യുന്ന മൂവീസും പുള്ളിയുടെ കാര്യങ്ങളൊക്കെ. പുള്ളി ഒരു മൂവിയിൽ ഒരേ സ്റ്റൈലിലല്ല പുള്ളി മൂവി ചെയ്യാറ്, വേറെ ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് പുള്ളി മേക്ക് ചെയ്യാറ് ഓരോ മൂവി ആയാലും. ഇപ്പോൾ ലാസ്റ്റ് വന്നാൽ റൈഫിൾ കപൂർ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാൻ ഈ മൂവിയെക്കുറിച്ച് തന്നെ മൂവിയിലേക്ക് വരാം. ശ്യാം പുഷ്കരൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു റൈറ്ററാണ്. പുള്ളിയുടെ ഇതിലെ ഡയലോഗ്സ്, ഇതിലെ സ്ക്രീൻ പ്ലേ ഒരു രക്ഷയിലായിരുന്നു, കിട്ടുമായിട്ടുണ്ടായിരുന്നു. എന്താ പറയുമ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഹൃദയത്തിൽ തട്ടുന്ന തരത്തിലുള്ള ഡയലോഗ്സ് അതങ്ങനെ പറയേണ്ടി വരും. അതാണ് ഓരോ ക്യാരക്ടർ. ഇപ്പോൾ ഒരു ഒരുപാട് ക്യാരക്ടേഴ്സിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്യാമിയോ റോളായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ മ്യൂസിക് ഡയറക്ടർ സുശീഷ് ശ്യാമു, അതുപോലെ ലിജോ ജോസ് പല്ലിശ്ശേരി, ഖാലിദ് റഹ്മാൻ, അതുപോലെ സൗബിൻ ഷായർ, ഷ്യാം ടോം ചാക്കോ, ബേസിൽ ജോസഫ്, അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതുപോലെ ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് ടൊവിനോ തോമസ് ആൻഡ് ഐശ്വര്യലക്ഷ്മി, പിന്നെ ദർശന, ലിയോണ, അതുപോലെ വേറെ തമിഴിലെ ആക്ടേഴ്സായ ഹരീഷ് ഉത്തമൻ, ഇളവരശൻ, അതുപോലെ നീൽകൾ രവി, പിന്നെ അപർണ, ഐശ്വര്യലക്ഷ്മിയുടെ അമ്മയുടെ അഭിനയ ക്യാരക്ടർ. പുള്ളിയുടെ ആക്ടേഴ്സ് പേര് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിൽ വരുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്പെഡിഗം മൂവിയിൽ തറപ്പൻ ബാസ്റ്റിൻ എല്ലാവർക്കും അറിയാം ക്യാരക്ടർ ചെയ്ത്, പുള്ളിയുടെ പേര് കിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പുള്ളിയൊക്കെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, നല്ല ക്യാരക്ടറായിരുന്നു. ഞാൻ ഈ മൂവിക്ക് വരാം. ഈ മൂവി 22 ഡിസംബർ 2017 മൂവി കേരളത്തിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ മൂവി ഷാർജയിൽ വെച്ചാണ് കണ്ടത്. 2 മാർച്ച് ഫ്രൈഡേ നൈറ്റ് 11:10 PM ഷോക്കാണ്. എനിക്ക് മൂവി കണ്ടപ്പോൾ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ അന്നും ഇന്നും ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടിട്ടിപ്പോൾ ഒരു 6 വർഷം മുകളിൽ 7 വർഷമാവാനായി. ഇപ്പോഴും ആ മൂവി കണ്ടപ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഇപ്പോൾ ഒരു 2-3 വീക്സ് മുമ്പ് തോന്നുന്നു സൂര്യ മൂവീസിൽ മൂവി ഉണ്ടായിരുന്നു, ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു ഫീലാണ് ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ ചില മൂവീസ് എല്ലാവരും പറയുള്ളൂ, ഇപ്പോൾ ചില മൂവീസ് കണ്ടുള്ള ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ അവിടെ തന്നെ കിടക്കും, പോവില്ല. അതുപോലെയാണ് എനിക്ക് ഓരോ അപ്പുവിനെ അതുപോലെ മാത്രമേ ഒരിക്കലും മറക്കാൻ പറ്റില്ല. വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്നത് ജയേഷ് മോഹനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ക്യാമറമാനാണ് പുള്ളി. ഒരു രക്ഷയില്ലെന്ന് പുള്ളിയുടെ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ട് സോങ്സ് സീക്വലിൽ പുള്ളി ചെയ്യിക്കുന്ന ഫ്രെയിംസ് ആയിട്ട് ഇരിക്കുന്നത്, അതുപോലെ ലൈറ്റിങ്, അതിൻ്റെ ഷോട്ട്സ്, മിഡ് ഷോട്ട്, വൈഡ് ഷോട്ട്, ലോങ് ഷോട്ട്, ക്ലോസ് ഷോട്ട് ഒക്കെ ഒരു രക്ഷയിലായിരുന്നു, കിട്ടുമായിരുന്നത്. എനിക്ക് എടുത്തു പറഞ്ഞ ഈ സോങ് ഉയരിനധികം എന്നൊരു സോങ് ഉണ്ട്, എൻ്റെ ഫേവററ്റ് സോങ്ങാണ്. ആ സോങ്സിലൊക്കെ പുള്ളി ചെയ്തിരിക്കുന്ന ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ ലെവലായിരുന്നു. അതുപോലെ കാറ്റിൽ നിന്ന സോങ്ങിൽ ഒരു സീക്വൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ സോങ്ങിലൊരു സീൻ എന്ന് വെച്ചാൽ ഇവർ ടൊവിനോ ബീച്ചിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐശ്വര്യലക്ഷ്മി അവരുടെ അടുത്തേക്ക് വരുന്ന ഷോട്ടാണ്. ആ ഷോട്ടിൻ്റെ ഒക്കെ അവർ ചെയ്തിരിക്കുന്നത് വേറെ ലെവലായിരുന്നു, ഫ്രെയിംസ് ചെയ്യുന്നത്, അതുപോലെ ആ സമയത്തുള്ള ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടുമായിട്ടായിരുന്നു. അവർ രണ്ടുപേരും ക്ലോസ് ഷോട്ട് കാണിക്കുന്ന ഷോട്ടുണ്ട്, ഒക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ അതുപോലെ ഇതിൽ എടുത്തു പറഞ്ഞിട്ട് നമ്മൾ റെക്സ് വിജയനാണ് ഇതിൻ്റെ മ്യൂസിക് ആൻഡ് BG ചെയ്തിരിക്കുന്നത്. പുള്ളി വേറെ ലെവലാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ റൈഫിൾ മൂവിയിൽ ഒക്കെ പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിലാകത്തല്ല, ഇതിൽ ഒരു റൊമാൻറ്റിക് മൂവിയാണ്. അപ്പോൾ ആ ലെവലിൽ തന്നെയാണ് പുള്ളി ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. സോങ്സ് ആയാലും അതിലെ ഓരോ ബീജും ഓരോ ഇതായാലും കിട്ടുമായിട്ടുണ്ടായിരുന്നു. വേറെ കാര്യങ്ങളും പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം അധികം മൂവീസിലും ഇപ്പോൾ മലയാളത്തിലായാലും മറ്റുള്ള എല്ലാ ലാംഗ്വേജിലായാലും ഇപ്പോൾ നമ്മൾ ചിലൊരു ഇമോഷണൽ സീനായാലും എന്തൊരു സീനായാലും നമ്മൾ വെറുതെ ആവശ്യത്തിനും അനാവശ്യത്തിനും BGM ഇട്ടിട്ട് വെറുപ്പിക്കാറുണ്ട്. അപ്പോൾ എല്ലാ റിവ്യൂസും പറയുന്നതാണ്, ഞാൻ അതിലേക്ക് വരുന്നില്ല. ഈ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കുറച്ച് സീൻസിൽ ഞാൻ 3 സീൻ പറയാം. ഈ 3 സീൻസിൽ BGM ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എടുത്തു പറയുകയാണെങ്കിൽ ഒരു സീന് സൗബിൻ ഷായർ, അതായത് സെമീർ എന്ന ക്യാരക്ടർ ലിയോണ ചെയ്ത ക്യാരക്ടറിനെ അടിക്കുന്നൊരു സീൻ നിങ്ങളെല്ലാം കണ്ടുപോകണം, ഞാൻ കഥയിലൊന്നും വരുന്നില്ല.
ആ തല്ലുന്ന സീനുണ്ട്. ആ സീനുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ സീനും ശേഷം ഇവർ എയർപോർട്ടിലെത്തുന്ന സീനുണ്ട്. ആ സീക്വലിൽ അവിടെ ബീജിയം പറഞ്ഞ സംഭവം വരുന്നില്ല. വളരെ ലൗഡായിട്ട് അവിടെ ഒന്നുമില്ല, സംഭവം ബ്ലാങ്കായിട്ടാണ് സംഭവം ആ സീനൊക്കെ ഇവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. സൗബിൻ വന്നിട്ട് ഇവർ തല്ലുന്നുണ്ട്, നേരെ ഇവർ എയർപോർട്ടിലേക്ക് പോവാണ്. പിന്നെ എയർപോർട്ടിൽ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ പറയാം, ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ പറയുന്നത് വലിയ മോശമായിട്ടൊക്കെ, പക്ഷേ ഒക്കെ ഭയങ്കര രസമായിട്ടാണ് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സീൻ എടുത്ത് പറയേണ്ടത്, ഐശ്വര്യലക്ഷ്മി ടൊവിനോ തോമസും കൂടി അവളെ വീട്ടിൽ നിന്ന് അവർ ഞങ്ങൾ എല്ലാവർക്കും പറയും മീയിൽ നിന്ന് മീയിലേക്കുള്ള സോങ്. ആ സോങ് കഴിഞ്ഞിട്ടുള്ളവർ സീൻ കഴിഞ്ഞിട്ട് നേരെ ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതായത് ഈ അപർണയുടെ അമ്മ പുറത്ത് ഇവരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സീനിൽ രണ്ടുപേരും തമ്മിലൊരു തന്നെ സീനുണ്ട്. അതായത് ഐശ്വര്യലക്ഷ്മിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്വന്തം അമ്മ കണ്ടാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും. ആ സീനൊക്കെ അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഷോർട്സും കാര്യങ്ങളൊക്കെ. അതുപോലെ ആ സീനിൽ ഒരു ബീജമൊന്നുമില്ല. അപ്പോൾ നോർമലാണെങ്കിൽ ഒരു ബീജം ഇടാം അവിടെ, പക്ഷേ രണ്ടുപേരുടെ ഇമോഷണൽ കാണിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ ഐശ്വര്യലക്ഷ്മി എന്ന ക്യാരക്ടർ നിസ്സായാവസ്ഥ കാണിക്കുകയാണ്. നമുക്ക് സ്വന്തം മകളെ അതല്ല ആ ഞാനല്ല കഥയിലേക്ക് കിടക്കുന്നില്ല. ആ സീനിലൊക്കെ അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ സ്കോറൊന്നും ഇല്ലാതെ അവർ ചെയ്തിരിക്കുന്നത് വേറെ ലെവലായിരുന്നു. അതൊക്കെ ഒരു ഡയറക്ടർ ബ്രില്യൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ വേറെ സീൻ വെച്ചാൽ എടുത്ത് പറയേണ്ടത്, ഇപ്പോൾ ക്ലൈമാക്സിൽ മാത്തനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട സീനുണ്ട്. ഞാൻ കണ്ടുകാണും. അവിടെ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ ഇരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ കാറിൽ കയറ്റാണ്. ആ സമയത്ത് ജീപ്പിൽ കയറ്റാണ്. ആ സമയത്ത് അവളെ തലേന്ന് തൊപ്പി വെക്കുന്നൊരു സീനുണ്ട്. അതായത് അപർണ കൊടുത്ത ഗിഫ്റ്റാണ് മാത്തന്. ആ തൊപ്പി വെക്കുന്ന സീനിൽ ആ ഷോട്ടിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഈ അപർണ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ തൊപ്പിയും കറക്റ്റായിട്ട് ക്ലോസ് ഷോട്ടിൽ അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര ഇമോഷണലി എനിക്ക് ഒരുപാട് ടച്ച് ചെയ്ത സീനാണത്. ആ സീനിൽ അത് നോർമൽ ആണെങ്കിൽ ഇത് ഒറ്റ ഷോട്ടിൽ ഒരു വെക്കാം, പക്ഷേ ആ സീൻ ഇങ്ങനെ കറക്റ്റായിട്ടൊരു കുറച്ച് സെക്കൻഡ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ തൊപ്പിയും കാണിക്കുക, തൊപ്പി റോട്ടിലേക്ക് പോകുമ്പോൾ തൊപ്പി വികുന്ന ഷോട്ട്, തൊപ്പി ഇങ്ങനെ നോർമലി കിടക്കണം ഇങ്ങനെ തൊപ്പി, അവളുടെ ഷോട്ടും. അതായത് അപർണ എന്ന ക്യാരക്ടറിൻ്റെ ഐശ്വര്യലക്ഷ്മി ചെയ്ത ക്യാരക്ടറിൻ്റെ ആ ക്ലോസ് ഷോട്ട് കാണിച്ചിരിക്കുന്ന സീനൊക്കെ ഉണ്ട്. വേറെ ലെവലിൽ ഇമോഷണലി ഒരുപാട് ടച്ച് ചെയ്ത സീനാണ് അത്. അതായത് അപർണ മാത്തിന് കൊടുത്തൊരു ഗിഫ്റ്റാണ്. അപ്പോൾ മാത്തിന് അത് അവൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുകയാണ്. അവളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ഇതില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവരും കണ്ട് മനസ്സിലാവും. അതായത് ഈ മാത്തനും അപ്പും തമ്മിൽ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സീൻ എല്ലാവർക്കും അറിയാം. പുറത്ത് വെച്ചൊരു ഹോട്ടലിൽ വെച്ചിട്ട് ഇവർ കുബൂസ് വാങ്ങണം ഇതാണ് ഇവിടെ അവൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ആ സീൻ മുതൽ ക്ലൈമാക്സ് ഈ സീൻ വരെയുള്ള സീക്വൽ ഓൾമോസ്റ്റ് എല്ലാ സീനിലും മാത്തന് തല തൊപ്പി ഉണ്ടാവും. അപ്പോൾ അത് അവൻ അത്രയും ഒരു അവളെ ഇഷ്ടപ്പെടുന്നുള്ളതാണ്. പക്ഷെ അപ്പു ചില സമയത്ത് നമുക്ക് അവളുടെ ദേഷ്യം തോന്നാറുണ്ട്, ചിലപ്പോൾ അവളുടെ ഇഷ്ടം തോന്നാറുണ്ട്. അങ്ങനെയാണ് അവർ. പക്ഷേ മാത്തൻ എപ്പോഴും അവളെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാണിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, അതിൽ പല സീനിലും പറയുന്നുണ്ട്. അപ്പോൾ ആ സീൻസൊക്കെ അവർ എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ വേറെ ലെവലാണ്. എനിക്ക് ഇത് കണ്ടപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ തോന്നിയത്. അപ്പോഴും ഞാൻ ആ സീൻ കാണുമ്പോൾ ഇപ്പോഴും അങ്ങനെ ടച്ച് ആയിരിക്കും. പക്ഷെ വല്ലാത്തൊരു സീൻസാണത്. അതേപോലെ ഇതിൻ്റെ എടുത്ത് പറഞ്ഞതിൽ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്ന ഷൈജു ശ്രീധറാണ്. കിഡു എഡിറ്റിംഗ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എഡിറ്ററാണ് പുള്ളിയുടെ എല്ലാവർക്കും അറിയാം 5-ാം പാതിര മൂവി, അതുപോലെ കുമ്പളങ്ങി നൈറ്റ്സ് 2019 അവാർഡ് കിട്ടിയ മൂവിയാണ്. അതിലൊക്കെ പുള്ളിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയിലത്തെ എഡിറ്റിംഗ് ആയിരുന്നു പുള്ളിയുടെ. എന്താണ് ഒരു കഥക്ക് എന്താണ് വേണ്ടി ഒരു സിനിമ കറക്റ്റ് അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഒരുപാട് സപ്പോർട്ടിങ് ആക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നീലഗിരി രവി എല്ലാവർക്കും അറിയാം, തമിഴ് ആക്ടറാണ്. അതുപോലെ ഹരീഷ് ഉത്തമൻ, എനിക്ക് പുള്ളി ഒരുപാട് ഇഷ്ടമുള്ള ആക്ടറാണ്. പുള്ളിയുടെ ചില പെർഫോമൻസുകളൊക്കെ കിട്ടുവാണ്. അതുപോലെ ഇപ്പോൾ പുള്ളി നെഗറ്റീവ് റോൾ ചെയ്താലും നല്ല റോൾ ചെയ്താലൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് ഇതിലും അത് തന്നെ നല്ല രസമുള്ള റോളായിരുന്നു പുള്ളി ചെയ്തിരിക്കുന്നത്. അതുപോലെ തമിഴിലെ ഇളവശം എന്നാണെങ്കിൽ പുള്ളിയുടെ പേര് തോന്നുന്നു ആക്ടർ. ഇപ്പോൾ ഒരുപാട് മൂവീസിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. വിജയനൊക്കെ മൂവിയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പുള്ളി നല്ല പെർഫോമൻസ് വെച്ചാൽ പുള്ളി സ്റ്റാർട്ടിങ് മുതലുള്ള എൻഡിങ് വരെ പുള്ളി ഉണ്ട് പടത്തിൽ, ത്രൂട്ടുണ്ട്. ആ സീൻസൊക്കെ പുള്ളിയുടെ സീനൊക്കെ കിട്ടുമായിട്ടുണ്ട്. പക്ഷേ വലിയ ക്ലൈമാക്സിൽ പുള്ളിയുടെ ഒരു സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട്. എനിക്ക് അത് ഇഷ്ടപ്പെട്ട സീനാണത്. ക്ലൈമാക്സിൽ ടോവിനോ വരും തമ്മിലുള്ള ഡിസ്കഷൻ ഉണ്ട്, സംസാരമുണ്ട്. ആ സീൻസൊക്കെ പൊളിയായിട്ടുണ്ട്. ആ സമയത്തുള്ള ഒരു സ്കോറും കാര്യങ്ങളൊക്കെ. അപ്പോൾ പക്ഷേ ആ സീൻസൊക്കെ വളരെ ഞാൻ പറയാം, ആ സീൻസൊക്കെ വളരെ ഇവർ ലൗഡായിട്ട് ബീജിയൊക്കെ വളരെ കുറച്ചിട്ട് സീനിൽ ബീജിയം ഇല്ല എന്ന് പറയാം, നല്ല രസമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ആ സീൻസൊക്കെ ഇവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണ്. മറ്റുള്ള ഞാനെല്ലാം എല്ലാവരും കുറ്റം പറയില്ല, പക്ഷേ എനിക്ക് ഈ മൂവി കണ്ട എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത്. അപ്പം നോർമലുള്ള മൂവീസ് നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ അവിടെ കുറേ ബീജിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവരിങ്ങനെ ഇതാക്കും. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ഇതിൽ ഒരുപാട് സീൻസിൽ ഈ മൂവിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ മൂന്നാല് സീൻസ് പറയുന്നുള്ളൂ. ഒരുപാട് സീൻസിൽ ബീജിയം ഇല്ലാത്ത ഒരുപാട് സീൻസ് വേറെയും വരുന്നുണ്ട്. അതുപോലെ ഈ അപ്പു മാത്തിന് ഫസ്റ്റ് കാണുന്നൊരു സീനുണ്ട്. ആ സീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ സീനിൽ ഒരു കുറച്ച് സെക്കൻഡ്സ് ബീജിയം ഇല്ലാതെ വരുന്നുണ്ട്. അതായത് അപ്പം മാത്തൻ്റെ അപ്പൂൻ്റെ അടുത്ത് വന്നിട്ട് അപ്പു അവിടെ മാത്തനെ മോന്തൊക്കെ അടിക്കും. അടിച്ച ശേഷം അവിടെ അങ്ങനെ തിരിഞ്ഞ് നടക്കുന്ന സീനുണ്ട്. ആ സീൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
കുറച്ച് സെക്കൻഡ് ഇങ്ങനെ ഒരു ബീജം ഇല്ലാതെ കറക്റ്റായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ അവർക്ക് അവിടെ വേണമെങ്കിൽ സ്കോറൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ പൊളിപ്പിക്കുകയും ചെയ്യായിരുന്നു. പക്ഷേ അതൊന്നും ആവശ്യം തന്നിട്ടില്ല. ഇതൊക്കെ ഒരു ഇതാണ്. ഇതൊക്കെ റെക്സ് വിജയൻ, എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായാലും ഉണ്ടാകുന്ന ഉറപ്പാണ്. പിന്നെ മൂവിയിലെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെമീറ സനീഷാണ്. എല്ലാവർക്കും അറിയാം സെമീറ സനീഷിനെ. ആഷിഖ് കപൂർ മാത്രമല്ല, അൻവർ റഷീദ്, അതുപോലെ നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് മൂവീസിൽ പുള്ളിക്കാരാണ് കോസ്റ്റ്യൂം ചെയ്യാറുള്ളത്. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇതിലെ കോസ്റ്റ്യൂംസ് ഇപ്പോൾ എനിക്ക് ശ്രീലക്ഷ്മി ചെയ്ത ക്യാരക്ടർ, അതുപോലെ ടോവിനോടൊക്കെ കോസ്റ്റ്യൂം കാണാൻ വേറെ ലെവലായിരുന്നു. അതുപോലെ ഇതിൽ ഓരോ ക്യാരക്ടറും പുള്ളിക്കാരി ചെയ്യുമ്പോൾ വേറെ സ്റ്റൈലാണ് പുള്ളിക്കാരിയുടെ കോസ്റ്റ്യൂം ചെയ്യാറ്. അതുപോലെ എനിക്ക് എടുത്തു പറയുകയാണെങ്കിൽ സെമീറ സനീഷിൻ്റെ കോസ്റ്റ്യൂം പറയുകയാണെങ്കിൽ പിന്നെ മഷർ ഹംസ, എല്ലാവർക്കും അറിയാം, വാർത്ത മൂവിയിലൊക്കെ ഫഹദ് ഫാസിലിൻ്റെ ഒട്ടുമിക്ക മൂവീസിലും പുള്ളിക്കാരാണ് ചെയ്യാറ്. അപ്പോൾ ലാസ്റ്റ് വന്ന ആവേശം മൂവി എനിക്ക് പുള്ളിക്കാരാണ് ചെയ്തിരിക്കുന്നത്, മഷർ ഹംസ. എനിക്ക് ഈ രണ്ട് പേരും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കോസ്റ്റ്യൂം ഡിസൈനറാണ്. സെമീറ സനീഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. അതായത് വാർത്ത മൂവി എല്ലാവരും കണ്ടു കാണും വിചാരിക്കുന്നു. ഫഹദ് ഫാസിലും ഐശ്വര്യലക്ഷ്മി അഭിനയിച്ച ആ മൂവിയുടെ ക്ലൈമാക്സ് പോർഷൻ ഞാനൊരു ഇതിൽ വായിച്ചാണ്. അതായത് ക്ലൈമാക്സ് പോർഷനിൽ എല്ലാവർക്കും അറിയാം ഫഹദ് ഫാസിൽ ഭയങ്കര ഹെവി ആയിട്ട് വരുന്ന വില്ലന്മാരൊക്കെ ഫൈറ്റ് ചെയ്യുന്ന സീൻ ഉണ്ടല്ലോ. ആ സമയത്തുള്ള കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ, അതായത് ഐശ്വര്യലക്ഷ്മി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഫഹദ് ഫാസിലൊക്കെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്, ഉണ്മ പ്രസാദൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആ സീനിൽ. ആ സമയത്ത് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് സെമീറ സനീഷാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഓൾമോസ്റ്റ് ആ പടത്തിൽ മഷർ ഹംസ തന്നെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ സീനിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിൽ വായിച്ചാണ് സെമീറ സനീഷാണ് അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. കിടുവായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ ഇഷ്ടമാണ് ആ ഫഹദ് ഫാസിൻ്റെ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ, അതുപോലെ ഐശ്വര്യലക്ഷ്മിൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഈ മൂവിയെക്കുറിച്ച് എനിക്ക് ഇത്ര കാര്യങ്ങളാണ് പറയുള്ളൂ. മായാനദി മൂവി മലയാളത്തിലെ ബെസ്റ്റ് മൂവിയാണ്. കാണാത്തതാണെങ്കിലും മൂവിയിൽ നിന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. എന്തായാലും ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാനിത് റിവ്യൂ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണൽ ഒരുപാട് ഇഷ്ടമായ മൂവിയാണിത്. ഞാൻ മൂവി തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾ 5 ഫ്രണ്ട്സ് കൂടെയാണ് മൂവി കാണാൻ വേണ്ടി പോയത്. അതിൽ എൻ്റെ 2 ഫ്രണ്ട്സ്, ഞാൻ 3 പേരെ കണ്ടിട്ടില്ല. 2 ഫ്രണ്ട്സ് അവർ നാട്ടിൽ നിന്ന് മൂവി കണ്ടിട്ടാണ് അവർ ദുബായിൽ ഷാർജയിലേക്ക് വന്നത്. അപ്പോൾ അവർ കണ്ട ഇതിൻ്റെ ഓരോ സീൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ടൈറ്റാക്കി. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിലാണ് പോയി കാണാൻ വേണ്ടി പോയത്. പക്ഷേ കണ്ട ഇപ്പോൾ വേറെ ഫീലായിരുന്നു എനിക്കിപ്പോഴും. ഞാൻ ആ മൂവി കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടി കുറേ തർക്കിച്ചൊക്കെ എനിക്കിപ്പോഴും എൻ്റെ മെമ്മറിയിലേക്ക് വരാണ്. കുറേ സംസാരമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ഇതിൽ ഓരോ സീൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ. പക്ഷേ അവനും സിനിമയെക്കുറിച്ച് നല്ല ഇതുള്ള ആളാണ്, ഞാനും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാനാണ് കുറേ തർക്കിച്ചതിന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം എൻ്റെ 2 ഫ്രണ്ട്സ് പിടിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ വായിക്ക് നിർത്തിച്ചത്. അതൊക്കെ ഓർക്കുമ്പോൾ ചിരി വരും. പിന്നെ ഇത്രയൊക്കെയാണ് ഈ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക. കണ്ടവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ഇടുക. ഈ മൂവിയുടെ കുറിച്ചുള്ള മറ്റെന്തെങ്കിലും അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് ഇടുക. അപ്പം എല്ലാവർക്കും ശുഭദിനം.